പുകച്ച് പുറത്തിയടിക്കുക എന്ന ടെക്നിക്കാണ് കാനഡ ലേറ്റസ്റ്റായിട്ട് അവലംബിച്ചിരിക്കുന്നത്. 3300 ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെയാണ് ഇനി വരാൻ പോകുന്ന 3 വർഷം കൊണ്ട് കാനഡ ഗവൺമെൻറ് പുറത്താക്കാൻ പോകുന്നത്. Doris Chang is frustrated over Immigration, Refugees and Citizenship Canada's plan to cut roughly 3,300 employees over the next 3 years. കാനഡയിലേക്ക് പുതിയതായിട്ട് വരാൻ നിൽക്കുന്നവരെയും അതുമല്ല ഇപ്പം കാനഡയിലുള്ള ആപ്ലിക്കൻസ് അവർ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ വർക്ക് പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നവരും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലുള്ളവർ PR-ലേക്ക് ചേഞ്ച് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരെയായിരിക്കും ഈ പുതിയ നിയമം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. The Immigration Department said staffing is being adjusted to align with reduced immigration levels and funding changes. The Canada Employment and Immigration Union says the consequences are far-reaching. The staffing cuts on top of the current application backlog will cause more problems. 22 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ 10 ലക്ഷം പേരുടെ ആപ്ലിക്കേഷൻസ് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Chang applied for her permanent residency in 2021 under Canada's Startup Visa program for immigrant entrepreneurs and worries with less staff, processing time will only get longer. Really disappointing and don't know when this waiting will be end. She was initially told by IRCC it would take 12 months for her application to be processed. 39 months later, she's still waiting. So this is very hard for us to live here, treat this as home, but without a permanent status. I'm just doing my business very, very hard, wholeheartedly, but seems that I just work for nothing. The business owner says having to wait months on end for her permanent residency has been holding her back from expanding her business, having to use this shared kitchen space in the meantime. It is unclear who will be impacted by the cuts, but IRCC says it would reach every sector and branch. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോയിൽ കാണുന്ന ലേഡി എന്ന് പറയുന്നത് ഡോറിസ് ചാങ് എന്ന് പറഞ്ഞ ലേഡിയാണ്. ഈ വ്യക്തി കാനഡയിലെ ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാമായിട്ടുണ്ടായിരുന്ന ഇമിഗ്രൻ്റ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം വഴി കാനഡയിലേക്ക് വന്നതാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി അതിനുശേഷം PR അപ്ലൈ ചെയ്ത് കാനഡയിൽ സ്ഥിരമായിട്ട് നിൽക്കാം എന്ന ആഗ്രഹത്തോടു കൂടി വന്നൊരു ലേഡിയായിരുന്നു. അങ്ങനെ ആ ലേഡിയുടെ ഉണ്ടായിരുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് അവർ തുടങ്ങിയുണ്ടായി. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ തുടങ്ങി അവർ അതിനുശേഷം ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് അവരൊരു PR-ന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഇമിഗ്രൻ്റ് ഓണ്ടർപ്രണർ പ്രോഗ്രാം അത് 2013 ആദ്യമായിട്ട് കാനഡയിൽ ലോഞ്ച് ചെയ്തത്. കാനഡയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർ ഈ പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാനഡയിൽ 3 തൊട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ കാനഡയിലേക്ക് വരാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2 വർഷം തൊട്ട് 3 വർഷത്തിനുള്ളിൽ PR-ലേക്ക് എത്താനും സാധിക്കും. അങ്ങനെ ഡോറിസ് ചാങ് ഇവിടെ കാനഡയിലേക്ക് വരികയും അവർക്കുണ്ടായിരുന്ന പൈസ മുഴുവൻ ഉപയോഗിച്ചിട്ട് കാനഡയിലൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആദ്യം നല്ല സുഖമായിട്ട് തന്നെ ആ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെ പോവുകയും ബിസിനസ് നല്ലതായിട്ട് വർദ്ധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം 1 വർഷത്തിന് ശേഷം ഡോറിസ് ചാങ് കാനഡയിലെ PR കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത സമയത്ത് ഡോറിസിന് കിട്ടിയ ഇൻഫർമേഷൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ PR കിട്ടും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 3.5 വർഷമായിട്ടും PR-ൻ്റെ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ ഡോറിസ് ചാങ് IRCCയിൽ ബന്ധപ്പെട്ട് എന്താണ് ഇത്ര ആപ്ലിക്കേഷനിൽ ഡിലേ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉത്തരമെന്ന് പറയുന്നത് അറ്റ് പ്രസൻറ്റ് ഈ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഓൾറെഡി അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന കാരണം അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് എന്നും അധികം താമസിക്കാതെ തന്നെ ഡോറിസ് ചാങ്ങിൻ്റെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IRCCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത്. അതായത് 3300 IRCCയിലുണ്ടായിരുന്ന ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ ഇനിയും വരാൻ പോകുന്ന 3 വർഷത്തിനുള്ളിൽ തന്നെ പിരിച്ചുവിടും എന്നുള്ളത്. അങ്ങനെ ഓൾറെഡി കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഇമിഗ്രേഷൻ സിസ്റ്റം ഈ പുതിയ ഇമിഗ്രേഷൻ്റെ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നതിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. IRCCയുടെ കണക്ക് പ്രകാരം 22 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻസ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 12 ലക്ഷം പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന 10 ലക്ഷം പേരുടെ ആപ്ലിക്കേഷൻസ് അവർ ഇതുവരെ തൊട്ട് നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IRCC ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടത്തോടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത്. ഈ ആപ്ലിക്കേഷൻസിൽ തന്നെ 54% ആൾക്കാർ ഒരു ടെമ്പററി വർക്ക് പെർമിറ്റിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേക്കുന്നത്. ബാക്കി വരുന്ന 38% പേര് PR-ഉം
17% സിറ്റിസൺഷിപ്പിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ടെമ്പററി റെസിഡൻ്റ് ആയിട്ട് ഉള്ള ആപ്ലിക്കേഷൻസിനെയും അതേപോലെ തന്നെ PR-ന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസിനെയാണ്. സിറ്റിസൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ അത് എത്ര ഡിലേ ആയാലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി അവർക്കൊരു PR സ്റ്റാറ്റസ് ഉള്ളവരാണ് അത് അപ്ലൈ ചെയ്തേക്കുന്നത്. അവർക്ക് ഒരു നോർമലായിട്ട് തന്നെ 5 വർഷം നിൽക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, അവർ 5 വർഷം കഴിയുമ്പോൾ ആ PR സ്റ്റാറ്റസ് അവർക്ക് റിന്യൂ ചെയ്താൽ അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ടെമ്പററി റെസിഡൻസിനെയും PR സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തവരെയും മാത്രമായിരിക്കും. കനേഡിയൻ ഇമിഗ്രേഷൻ ലോയറായിട്ടുള്ള സൂൽ സുലൈമാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഇത്രയും പേരെ ഒരുമിച്ച് IRCCന്ന് പിരിച്ചുവിട്ടത് മൂലം 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. ഒന്ന് ഡിലേ ഡിസിഷനും, 2 ബാഡ് ഡിസിഷനും. ഡിലേ ഡിസിഷൻ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എത്രയാണോ പ്രതീക്ഷിക്കുന്നത് അതിലും കൂടുതലായിട്ടുള്ള ഡിലേ വരാൻ സാധ്യതയുണ്ട്. 2 ബാഡ് ഡിസിഷൻ, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും അവരതിന് റിജക്ഷൻ എന്നുള്ള നോട്ട് എഴുതിയിട്ടായിരിക്കും അത് മാറ്റിവെക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ കൂടുതൽ സമയം അത് അവർ പരിശോധിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാർ കുറവായതുകൊണ്ടും ഇത്രയധികം ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടും പെട്ടെന്ന് തന്നെ അവർക്ക് തോന്നുന്നൊരു ഡിസിഷനായിരിക്കും എടുക്കുക. അത് കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിലേറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ടെമ്പററി റെസിഡൻസ് സ്റ്റാറ്റസിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ നിൽക്കുന്ന അവരുടെ റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിന്യൂവലിന് വേണ്ടി അവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാനഡയിൽ നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വരും. അഥവാ അങ്ങനെ കാനഡയിൽ ഇല്ലീഗലായിട്ട് നിൽക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഫ്യൂച്ചറിൽ അവർ PR പ്രോസസ്സ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ പിന്നെ അവർ PR ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് അവർ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കാനഡയിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ ടെമ്പററി റെസിഡൻറ്റ് റിന്യൂ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. പുകച്ച് പോർത്തിയാടിക്കുന്ന ടെക്നിക്കാണോ അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡ എടുക്കുന്നത് എന്നാണ് എല്ലാവരുടെയും സംശയം. ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.